ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സീക്രട്ട് ഓഫ് കേരള കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചതാണ്. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തെന്നൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞങ്ങൾ എടുത്തിരുന്ന കൊയ്യാളയാണ്. ഇതിന് പകരം അയലയോ നെയ്ച്ചാളയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഓരോരുത്തരും ഇഷ്ടം കണക്കാക്കി എടുക്കാം. പിന്നെ കുരുമുളകും കാന്താരിയും വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ഇത് തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള റെസിപ്പി, ഒരു 5 മിനിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടി കുരുമുളകും കാന്താരിയും കറിവേപ്പിലയോട് നന്നായിട്ട് അരച്ച് ഈ മീനിലോട്ട് നല്ലോണം അരപ്പ് പിടിച്ച് വെക്കുക. അപ്പോൾ നമ്മളെ കുരുമുളകും കറിവേപ്പിലയും കാന്താരിയും നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മീനിലോട്ട് ഇടാം. മീനിലോട്ടിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ അരപ്പ് വരട്ടി ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കിങ്ങിലോട്ട് പോകാം. വരും. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ വാഴയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ഇതിൻ്റെ പുറത്ത് കൂടി ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ മണമാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു മണവും രുചിയൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് ഓരോ മീനായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം നിരത്തി വെച്ചു. ഇനി ഇതിലിരിക്കുന്ന ഈ അരപ്പും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒന്ന് ആവിയിലിരുന്നതൊന്ന് കുക്കാവട്ടെ. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വേണം ഇതിടാൻ. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അടച്ചു വേവിക്കുക. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിൽ ഒന്നും കൂടി അടച്ചു വയ്ക്കാം. ഇനി തേങ്ങാപ്പാലൊന്ന് ഈ മീനിലോട്ട് നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സിമ്പിളായിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.